ഞാൻ റീസെൻ്റായിട്ട് കണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ സ്ത്രീകളെല്ലാം സ്കിന്നിനെ കുറിച്ചുള്ള ശ്രദ്ധ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കോസ്മെറ്റിക് കമ്പനികളും പൂട്ടിപ്പോകും. സ്ത്രീകളെല്ലാം അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഏത് വസ്ത്രമാണോ അതിൽ ആത്മവിശ്വാസത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ക്ലോത്തിങ് കമ്പനികളും പൂട്ടിപ്പോകും. അതുപോലെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. സ്ത്രീകൾ അവരുടെ ശരീരത്തെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഫിറ്റ്നസ് കമ്പനികളും പൂട്ടിപ്പോകും. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കണം. പക്ഷേ അത് ഏത് അളവുകോൽ കൊണ്ടാണ് നമ്മൾ അളക്കേണ്ടത്, ഏത് അളവുകോൽ കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വെയിറ്റ് ട്രാൻസ്ഫോർമേഷനും ഹെയർ ഗ്രോത്ത്, ഡെയിലി റൂട്ടീൻ, ഇങ്ങനെ ഡ്രസ്സുകൾ, അങ്ങനെ പലതരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചുറ്റും കാണാം. അതിൽ എന്ത് സെലക്ട് ചെയ്യണം എന്ത് വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഡിസിഷനായിരിക്കണം. എനിക്ക് എപ്പോഴും തോന്നുന്നു പണ്ടൊക്കെ കുറച്ചും കൂടി ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ചുരുണ്ട മുടിയായിരുന്നു. ഒരിക്കലും ഈ ചുരുണ്ട മുടി ഞാനിങ്ങനെ അഴിച്ചിട്ടൊന്നും നടക്കാറില്ല. കെട്ടി വെച്ച് കോന്തി ഈരി മെടഞ്ഞിട്ട് പോവും. കാരണം വെച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞ് ഈ മുടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിലാണ് കേൾ വരണതെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സായിബാബ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കും. പക്ഷേ ഇപ്പം അത് മാറി. എന്താണെന്നറിയില്ല, അത് പ്രായത്തിനനുസരിച്ചുള്ള മാറ്റമാണെന്നറിയില്ല. നമ്മൾ ഓരോ പ്രായം കൂടുന്തോറും നമ്മളെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങും. അത് നമ്മൾ എങ്ങനെ ഇരുന്നാലും ലുക്സ് ഡസൻറ്റ് മാറ്റർ ആഫ്റ്റർ എ പീരീഡ്, റൈറ്റ്? നമ്മൾ എങ്ങനെ ഇരുന്നാലും സന്തോഷത്തോടെ ഇരിക്കുക. എങ്ങനെ ഇരുന്നാലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യാം. ചിലരൊക്കെ പറയും ഈ സ്ത്രീകൾ ഒത്തിരി അണിഞ്ഞൊരുങ്ങുന്നത് ഒക്കെ മറ്റുള്ളവരെ കാണിക്കാനാണെന്ന്. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ശരിയാണ്. പക്ഷേ ഒരു 50-60% ആൾക്കാരും സ്വന്തം സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ആയിരിക്കുന്നു അതെല്ലാം നമ്മുടെ ചോയ്സാണ്. നമുക്ക് സന്തോഷം തരുന്ന രീതിയിൽ ജീവിക്കുക. മറ്റാരെങ്കിലും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ പ്രസവശേഷം അല്ലെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് സൗന്ദര്യത്തോടെ ഇരിക്കുന്നില്ല എന്നൊക്കെ. ഈ പണ്ട് പറയുന്ന പോലെ തന്നെ സൗന്ദര്യം കാണുന്ന ആളുടെ കണ്ണിലാണ്. ഇപ്പോൾ ഭർത്താക്കന്മാരെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ എങ്ങനെ ഇരുന്നാലും അവർക്ക് നമ്മളെ ഇഷ്ടമാണ്. അത് നമ്മുടെ സൗന്ദര്യം വെച്ചിട്ടല്ല അവർ നമ്മൾ അളക്കുന്നത്. നമ്മുടെ ബോഡിയുടെ അളവ് കോലുകൾ അല്ലെങ്കിൽ അളവ് നോക്കിയിട്ടല്ല അവർ, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോസ് നോക്കിയിട്ടല്ല അവർ നമ്മളെ സ്നേഹിക്കണേ. അവർ നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം, അവർക്ക് നമ്മളോടുള്ള സ്നേഹം, അറ്റാച്ച്മെൻറ്റ്, ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ നമ്മളെ അളക്കുന്നത്. അതായിരിക്കണം ശരിക്കുള്ള റിലേഷൻഷിപ്പിലെ മാനദണ്ഡം. ലുക്ക് ഡസൻറ്റ് മാറ്റർ, ബി ഹൂ യു ആർ.